മുതലപ്പുഴയിൽ അപകടങ്ങൾക്ക് കാരണം നിർമ്മാണത്തിലെ പോരായ്മയെന്ന വിദഗ്ധ സമിതി അശാസ്ത്രീയമായ രീതിയിൽ ആണ് പുലിമുട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നതെന്നും തെക്കൻ പുലിമുട്ടിൻ്റെ നീളം കൂട്ടണമെന്നും പൂനെ CWPRSന്റെ റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ സൂര്യഗായത്രി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സൂര്യഗായത്രി, നേരത്തെ തന്നെ ഈ പുലിമുട്ട് നിർമ്മാണത്തിലെ അശാസ്ത്രീയത ഈ മേഖലയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. കാരണം ഈ പുലിമുട്ടിൻ്റെ എത്രയോ ഭാഗം തുറമുഖത്തിന് വേണ്ടി പൊളിച്ചു മാറ്റിയ സാഹചര്യത്തെ സംബന്ധിച്ചും നേരത്തെ ചർച്ചയായതാണ്. ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ട് എന്തൊക്കെയാണ് ശുപാർശ ചെയ്യുന്നത്? ഇത്തരത്തിൽ മൺസൂൺ സീസണിൽ മുതലപ്പുഴയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നതിന്റെ കാരണം എന്തൊക്കെയാണെന്ന് അന്വേഷണത്തിലായിരുന്നു പഠന സമിതി എന്ന് പറയുന്നത്. ഈ പുലിമുട്ടുകളുടെ നിർമ്മാണത്തിൽ അപാകത ഉണ്ടെന്ന് പറയുമ്പോഴും മറ്റ് പല കാരണങ്ങളും ഇത്തരത്തിൽ മുതലപ്പുഴയിൽ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു എന്ന് തന്നെയാണ് വിദഗ്ധ സമിതി ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ പഠനം നടത്തിയപ്പോഴൊക്കെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ പുനെ CWPRSന്റെ റിപ്പോർട്ട് പ്രകാരം ഇത്തരത്തിൽ പുലിമുട്ടുകളുടെ നിർമ്മാണത്തിൽ ഉണ്ടായിരിക്കുന്ന അപാകത തന്നെയാണ് മുതലപ്പുഴയെ മരണപ്പുഴയാക്കുന്നതെന്ന നിഗമനത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇത്തരത്തിൽ പുനെയിൽ നിന്നും CWPRSന്റെ ഒരു സംഘം എത്തുകയും മുതലപ്പുഴയിലെ അപകടങ്ങൾക്കുള്ള കാരണം എന്തൊക്കെയാണെന്നുള്ള പഠനങ്ങൾ നടത്തുകയും ചെയ്തത്. ഈ പഠനങ്ങളൊക്കെ നടത്തിയതിനു ശേഷം തിരിച്ചവർ പുനെയിലേക്ക് പോവുകയും ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ റിപ്പോർട്ട് അവർ പുറത്ത് ഇറക്കിയത്. റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ പുലിമുട്ടുകളുടെ അലൈൻമെന്റിലുള്ള അപാകതകളാണ് ഇത്തരത്തിൽ അപകടങ്ങൾ, മുതലപ്പുഴയിലെ അപകടങ്ങൾക്കുള്ള കാരണം എന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു കാര്യം മത്സ്യത്തൊഴിലാളികളുമായി പങ്കുവെക്കുകയും ചെയ്തു. മത്സ്യത്തൊഴിലാളികളും തങ്ങളുടെ ആശങ്കകൾ ഇത്തരത്തിൽ പങ്കുവച്ചിരുന്നു. ഇവരുടെ ഈ ഒരു ആശങ്കകളൊക്കെ തന്നെ CWPRSലെ പഠനത്തിനെത്തിയ സംഘത്തെ ഇനി അറിയിക്കും. തുടർന്ന് അവർ എടുക്കുന്ന ആ ഒരു തീരുമാനത്തിനെയൊക്കെ സംബന്ധിച്ചായിരിക്കും അലൈൻമെന്റിലെ പുതിയ അലൈൻമെന്റ് എങ്ങനത്തെ ഏത് രീതിയിലാക്കണമെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുക. മാത്രമല്ല, ഇനി മുതലപ്പുഴയിൽ എന്ത് പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയാലും, അതായത് ഇനി ഈ നിർമ്മിച്ചിരിക്കുന്ന പുലിമുട്ടുകളുടെ അപാകത മാറ്റണം, പുലിമുട്ടുകൾ പൊളിക്കുകയോ അതുപോലെ തന്നെ പുലിമുട്ടിന്റെ നിർമ്മാണത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താനോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് മത്സ്യത്തൊഴിലാളികളുടെ പൂർണ്ണ സമ്മതത്തോടെയും അവരുടെ ആശങ്കകളൊക്കെ ഒഴിച്ച് അവർക്ക് എന്താണോ പറയാനുള്ളത് അവരുടെ കൂടി അഭിപ്രായങ്ങൾ ശേഖരിച്ചതിന് മാത്രമായിരിക്കും എന്ന കാര്യത്തിൽ സർക്കാർ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ പരിഹാര നിർദ്ദേശങ്ങളായിട്ട് CWPRS നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതൊക്കെയാണ്. അതായത് പെരുമാതുറ ഭാഗത്തുള്ള പുലിമുട്ടിന്റെ നീളം കൂട്ടണം. ഇത് പിന്നീട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോട്ടായി 170 മീറ്റർ ദൂരത്തോളം വളച്ചെടുക്കണം. അത് അഴിമുഖത്തേക്കുള്ള പ്രവേശന കവാടമാക്കണം. അഴിമുഖത്ത് മണ്ണടിയുന്നതും വള്ളങ്ങൾ ഒഴുക്കിൽപ്പെടുന്നതും തടയാൻ ഇത് സഹായിക്കുമെന്നാണ് CWPRSന്റെ പുതിയ നിർദ്ദേശങ്ങളിൽ പറയുന്നത്. ഈ ഒരു പുതിയ രൂപരേഖ കഴിഞ്ഞ ദിവസം തന്നെ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു മത്സ്യത്തൊഴിലാളികളുമായി പങ്കുവയ്ക്കുകയും അവരിൽ നിന്ന് ശേഖരിക്കാവുന്ന വിവരങ്ങളൊക്കെ ലഭ്യമാക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഈ ഒരു അടിസ്ഥാനത്തിലായിരിക്കും തയ്യാറാക്കുന്ന വിവരങ്ങൾ CWPRSലെ പഠനത്തിനായി എത്തിയ സംഘത്തെ അറിയിക്കുക. തുടർന്ന് അവർ കൂടി ഒരു അന്തിമ രേഖ തയ്യാറാക്കിയതിനു ശേഷം ഇത് സർക്കാരിന് കൈമാറും. അതിനുശേഷമായിരിക്കും ഇത്തരത്തിൽ ഇനി എന്തൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തേണ്ടത്, പുലിമുട്ടിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുക. എന്തായാലും 60ഓളം മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ എടുത്ത ഒരു മരണപ്പൊഴിയായിരുന്നു മുതലപ്പൊഴി എന്ന് പറയുന്നത്. ഈ ഒരു അലൈൻമെന്റിൽ ഇനി മാറ്റം വരുത്തിയില്ല എങ്കിൽ അടുത്ത മൺസൂൺ സീസണിൽ ഇതിലും കൂടുതൽ അപകടങ്ങൾ വരുവാൻ സാധ്യതയുണ്ടെന്നും CWPRSന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത മൺസൂൺ സീസണിന് മുന്നേ എത്രയും പെട്ടെന്ന് ഇത്തരത്തിൽ പുലിമുട്ടിലെ അപാകതകൾ പരിഹരിക്കണമെന്നാണ് CWPRSും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളും ഒരുമിച്ച് പറയുന്നത്. അജിംഷാദ്. ശരി, സൂര്യഗായത്രിയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.